ഇത് ഇഡ്ഡലി ഉണ്ടാക്കിയ ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. യൂട്യൂബ് ചാനലൊന്നും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. വെറുതെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയെന്ന്. ഇത് മൈദമാവ് കേട്ടോ. മൈദമാവ് കുറച്ചെടുത്തു. ഒരു കയ്യിൽ ഫോണാണ്, ഒരു കൈ കൊണ്ടാണ് കാണിക്കണേ. പിന്നെ ഉഴുന്ന് അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി. നമ്മുടെ പൊട്ടുകടലയില്ലേ ഉണ്ടോ, ഈ പൊട്ടുകടല ഒരു വളം നമ്മൾ എന്തോരം ഉണ്ടാക്കണം അതിൻ്റെ അനുസരിച്ച് കുറച്ച് ഇട്ടു. പിന്നെ റവ ഇട്ടു. ഇതെല്ലാം കൂടി നല്ലപോലെ ഇന്നലെ വെള്ളത്തിൽ അരച്ച് ഇന്നലെ എടുത്തു വെച്ചു. എനിക്ക് ചുമ്മാ തോന്നിയതാ. എന്നിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയത് കാണണോ? നല്ല സ്മൂത്ത് ഇഡ്ഡലി കണ്ടോ? അമ്മ വീഡിയോ പിടിക്കാപ്പാ. സ്മൂത്ത് ഇഡ്ഡലി, നല്ല ഇഡ്ഡലി. റവ, പൊട്ടുകടല, ഉഴുന്ന്, മൈദ ഇതിങ്ങനെ കൂടി അരച്ച് തലേദിവസം കലക്കി വെച്ച് ചുട്ട ഇഡ്ഡലിയാണ്. നല്ല സ്മൂത്ത് ഇഡ്ഡലി. അപ്പോൾ എൻ്റെ കുഞ്ഞു കൊച്ചിന് ഇഡ്ഡലിയും ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയാണ് കൊടുത്തത്. സൂപ്പറായിട്ട് കഴിച്ചു. എങ്ങനെയുണ്ട് ഇഡ്ഡലി? ഇവരോട് പറഞ്ഞേ. സൂപ്പർ ഇഡ്ഡലി പറ അവരോട്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. പിന്നെ ഉച്ചത്തേക്ക് ഇറച്ചിക്കറി ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് മുരിങ്ങയില കിട്ടി, അത് കഴുകി വെച്ചേക്കാണ്. അപ്പം മുരിങ്ങയില വളർത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. രാത്രി ഇന്നലെ കാറ്റും മഴയൊക്കെ അന്നൊന്നും ഇടാൻ പറ്റിയില്ല അരയ്ക്കണത്. എന്നിട്ട് പൊട്ടുകടല ഇടണം കേട്ടോ. പൊട്ടുകടലയും ഉഴുന്ന്, മൈദ, റവ, സൂപ്പർ ഇഡ്ഡലി ഉണ്ടാക്കാം. ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ശരിയായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്യുക. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. കണ്ടിഷ്ടപ്പെടുന്നവർ ചെയ്യുക. ഞാൻ മറക്കരുതേ.